ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് ചെയ്ത മർദ്ദന ദണ്ഡന മുറകൾ ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷൻ്റെ ഒരു കുഴപ്പത്തിലാക്കി പോരാത്തതിന് ഈ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനും പോലും പറ്റാത്ത വിധത്തിൽ, അവരുടെ എല്ല് തകർക്കുന്ന വിധത്തിൽ, അവരത് ആരോഗ്യം തകർക്കുന്ന വിധത്തിൽ ഒരുപാട് മർദ്ദനങ്ങൾ എല്ലാ ടി വിയിലും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം പോലും പൂർണ്ണമായ ഒരു സമ്മേളനം കൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം നിരന്തരം പ്രതിഷേധത്തിലാണ്. മുസ്ലിം ലീഗ് നേതാവ് ടി മുഹമ്മദ് ബഷീർ എംപിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ മഴക്കാല സമ്മേളനത്തിൽ ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതായിരുന്നു. രാജിവെച്ച് കഴിഞ്ഞു. CJP സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ലാത്തി ചാർജ് എന്താണ് സംഭവിച്ചത്, അതിലൊക്കെ എന്ത് നടപടിയാണ് എടുത്തതെന്നുള്ള കാര്യത്തിൽ അമിത്ഷായുടെ ഒരു പ്രസ്താവന നടത്തണമെന്ന ഇതിൽ ഉറച്ചു നിൽക്കുകയാണോ? അതായത് ഇന്നിപ്പോൾ 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇന്നലെ വരെയുള്ള ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഇന്നിപ്പോൾ കാർഗിജിൻ്റെ ഓഫീസിൽ നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ വ്യക്തമാണ്. ഇന്ത്യയിൽ യുവജന വിഭാഗത്തിൻ്റെ ലോകത്തിൽ ചരിത്രമായി കുറിക്കാൻ കഴിയുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥി വിഭാഗം വരുത്തിയ മാറ്റങ്ങൾ, ടിയാനൻമെൻ സ്ക്വയർ ആവട്ടെ, മറ്റ് ലോകത്തിൽ പല യങ് മൂവ്മെൻറ്റ് നടത്തിയ മാറ്റങ്ങളുടെ ചരിത്രം ഒരുപാടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു അധ്യായമാണ് കുട്ടികൾ രചിച്ചിട്ടുള്ളത്. ആ ജന്തർ മന്ദർ, ആ മഹത്തായ മൂവ്മെൻറ്റിൻ്റെ കൂടെ ഞങ്ങൾ ശക്തി പകർന്നു നിന്നു എന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ശ്രീ രാഹുലിൻ്റെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വർഷാജീവിതമായിട്ട് ചെയ്തു. ഇനിയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ്. വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ നീറ്റ് പരീക്ഷ അലങ്കോലപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 20-21 കുട്ടികൾ 22 പേര് ആത്മഹത്യ ചെയ്തു. വളരെ വളരെ സങ്കടകരമായ കാര്യമാണിത്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് ചെയ്ത മർദ്ദന ദണ്ഡന മുറകൾ ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷൻ്റെ ഒരു കുഴപ്പത്തിലാക്കി പോരാത്തതിന് ഈ പ്രതിഷേധിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനും പോലും പറ്റാത്ത വിധത്തിൽ, അവരുടെ എല്ല് തകർക്കുന്ന വിധത്തിൽ, അവരത് ആരോഗ്യം തകർക്കുന്ന വിധത്തിൽ ഒരുപാട് മർദ്ദനങ്ങൾ എല്ലാ ടി വിയിലും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കുട്ടികളോട് അടിക്കുന്ന കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഗവൺമെൻറ് എന്താ ചെയ്യാൻ പോകുന്നത് എന്നത് പറയിപ്പിക്കണമല്ലോ അവരെ കൊണ്ട്. കാരണം വെച്ചാൽ അത് നിശബ്ദമായിരുന്നിട്ട് അങ്ങനെ അടി കിട്ടിയവൻ അങ്ങനെ കിടക്കട്ടെ, മരിച്ചവൻ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ. പോലീസ് മാത്രമല്ല, പുറത്തുള്ള ക്രിമിനൽ ഗ്യാങ്ങുകളടക്കം പോലീസ് ലാത്തി ഉപയോഗിച്ച് അതെ, അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടാൽ തന്നെ പലരും ആളുകളും യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ പലരും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികളെയാണല്ലോ. കാരണം അവർക്ക് നാളെ ജീവിച്ച് പോകേണ്ടവരല്ലേ, എന്തെങ്കിലും തൊഴിലെടുക്കേണ്ടവരല്ലേ. അവരോട് കാണിച്ച ക്രൂരതയ്ക്ക് ഇവർ മറുപടി പറയണമല്ലോ. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ്. അത് വെച്ചുകൊണ്ട് ഡിസ്കഷൻ്റെ കാര്യത്തിൽ ഇനി എന്ത് വേണം എന്നുള്ളതിന് അന്തിമമായിട്ടൊരു തീരുമാനം എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോ ഘട്ടത്തിൽ മാറി വരുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യൽ ആവശ്യമാണ്. ഇന്നത് റിവ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കിരൺ റിജു ഇന്നലെ പറഞ്ഞത് പ്രധാനമായും ഈ ബില്ല് വേണം, പിഴ വർദ്ധിപ്പിക്കുന്നു, ശിക്ഷ വർദ്ധിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ബില്ലാണ് വരുന്നത്. അപ്പോൾ ഈ ചർച്ച വരുമ്പോൾ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ്. പലപ്പോഴും ഈ ഗോൾ പോസ്റ്റ് മാറ്റി വെച്ച് പ്രതിപക്ഷം ഓരോ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നാണ്. പുതിയ ആവശ്യമില്ല, ഈ ആവശ്യം അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഇഷ്യൂവിൽ വന്നാൽ നിങ്ങൾ ആ ഇഷ്യൂവിൽ കഷ്ടപ്പെട്ടവരിന് വേണ്ടി അധ്വാനിച്ചവർ, അവരുടെ സഫറിങ്സ്, ആ ബുദ്ധിമുട്ടുകൾ അത് വഴിയിലിട്ട് പോട്ടെ എന്ന് വെച്ച് പോകാൻ നോക്കുമോ? ഉത്തരവാദിത്തപ്പെട്ടുള്ള ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് സജീവമായിട്ട് ഇടപെട്ട ഒരു സംഗതിയാണത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കും ആങ്സൈറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ ഗവൺമെൻറ് അതിൽ പറയട്ടെ. അത് പറയണമല്ലോ, അത് പറയണമെന്ന് പറയാനുള്ള ബാധ്യതയും ഞങ്ങൾക്ക്. ബില്ലിൻ്റെ സംഗതി എന്ന് പറയുന്നത്, ഈ ബില്ല് എന്ന് പറയുന്നത് പരീക്ഷാ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു സംഗതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വന്നിട്ടുള്ള ഒരു ബില്ലാണ്. ആ ബില്ലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ പറഞ്ഞൊരു സംഗതി ഉണ്ട്. മെയിൻ എന്താ വെച്ചാൽ ശിക്ഷ, അതിൻ്റെ വോളിയം, തടവാകട്ടെ ഫൈനാകട്ടെ, അതിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് ഡബിളുണ്ട്, ചിലത് അത് ട്രിപ്പിളായിട്ടുള്ളതുണ്ട്. അതുപോലുള്ള ചില സംഗതികൾ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് പറയുന്നത് അല്ല. ഇത് വരട്ടെ, ഞങ്ങളത് ചർച്ചയിൽ പങ്കെടുക്കാം. യഥാർത്ഥത്തിൽ വേണ്ടത്, ഇന്ത്യയിൽ അനിവാര്യമായിട്ടും വേണ്ടത് ഈ പരീക്ഷയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കുറ്റമറ്റതാക്കുന്നതിനും
ഭാവിയിൽ പരാതി ഉണ്ടാക്കാതിരിക്കാനുള്ള വരാത്തതുമായിട്ടുള്ള സംവിധമായ ഒരു പുനഃസംവിധാനമാണ് ഇത്തരം എക്സാമിനേഷൻസ് വരുത്താനുള്ളത്. അത്തരം ഒരു കാര്യം വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് ചർച്ച വരികയാണെങ്കിൽ ആ ചർച്ചയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡൈമെൻഷൻ തീർച്ചയായിട്ടും ആ തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറഞ്ഞ പോലെ കാതലായ വിഷയങ്ങളിലേക്ക് മാറാതെയുള്ള ഒരു ബില്ലാണോ ഇപ്പോൾ ഉള്ളത്? ഈ ബില്ല് പോലെ ഈ ബില്ലിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു പോയിൻ്റ് മറ്റു കൂടിയുണ്ട്. അതായത് ഇപ്പോൾ അത് ആവശ്യമാണ്. ഫൈന് അതിവേഗ കോടതി സ്ഥാപിക്കുന്ന ഇതെല്ലാം അഡ്മിനിസ്ട്രേഷന് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. അത്തരം കാതലായ കാര്യങ്ങളിലേക്ക് അതിൽ കടന്നിട്ടില്ല. അപ്പോൾ ആ ബില്ലിൻ്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലെ പോരായ്മകൾ എന്താണ്, ഇന്ത്യയിൽ അനിവാര്യമായിട്ടും വേണ്ട നിയമനിർമ്മാണം എന്നിത്യാദി കാര്യങ്ങൾ ഞങ്ങൾ റേസ് ചെയ്യും. അല്ല, കൂട്ടായ തീരുമാനമാണ് ഉണ്ടാകുന്നതിൽ പോലും ഈ ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണോ മുസ്ലിം ലീഗ്? അങ്ങനെയല്ല. അതിപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒറ്റപ്പെട്ട അഭിപ്രായം പറയുന്നത് മര്യാദയല്ലല്ലോ. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു പൊതു തീരുമാനം എടുക്കാൻ ശ്രമിക്കും. അതേ പറ്റുള്ളൂ. അവസാനമായി ഈ പാർലമെന്റ് അല്ലാത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഘടനാപരമായ ഒരു മാറ്റം വരുത്തുന്ന തീരുമാനം എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായവർ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കുക. പി.കെ. കുഞ്ഞാലിക്കുട്ടി മന്ത്രിക്ക് ചെറിയൊരു ഇളവുണ്ട്. പക്ഷേ എങ്കിലും ആ തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ? അതിൽ ആ ഡിസ്കഷനിൽ ഇതുവരെയുള്ള നടന്ന ഡിസ്കഷനിൽ ഒരു ഫൈനലായിട്ട് തീരുമാനം വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് കൃത്യമായിട്ട് ഓരോ ചലനവും, അതായത് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പരമാവധി എല്ലാവരും ജോലി വിഭജിച്ചെടുത്തിട്ട് എല്ലാം ആക്ടിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ കോൺസെപ്റ്റ് തന്നെ. അത് അതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വല്ലതും പുതിയ തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. ഒരാൾക്കൊരു പദവി എന്ന രീതിയിൽ ഒരാൾക്കൊരു പദവി എന്നുള്ളൊരു സംഗതി നേരത്തെയുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ പറഞ്ഞ എക്സംഷൻ വേറെ ആ ബെഡ് ലെവലിൽ ആർക്കെല്ലാം എങ്ങനെയെല്ലാം എന്നുള്ള ആ സ്വഭാവത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. അറിയേണ്ടതാണ്. അപ്പോൾ സംഗതി ഇതാണ്, ജോലികൾ ഡിവൈഡ് ചെയ്യാണ്. കാരണം മുസ്ലിം ലീഗ് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ജോലികൾ വിഭജിക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഞങ്ങൾക്കുണ്ട്. നേതാക്കന്മാർ ധാരാളം ഉണ്ട്. അവർക്കെല്ലാം തന്നെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പോളിസി മുസ്ലിം ലീഗ് അംഗീകരിക്കുന്ന ഒരു പോളിസിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അത് വന്നതിന് ശേഷം MLA-മാരാകുമ്പോൾ ഈ കൂടുതൽ അമിത ഭാരം ഉണ്ടാകുമോ? അല്ല, അതല്ല, MLA എന്ന് മാത്രമല്ല എല്ലാവരുടെ കാര്യവും കൂടുതൽ പാർട്ടിയിലെ ഈ ഫങ്ഷണറീസിന് എല്ലാം വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കൽ ശാസ്ത്രീയമായൊരു സമീപന രീതിയാണ്. മുസ്ലിം ലീഗ് വളരെ സയൻറ്റിഫിക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആ നിലയിലുള്ള സമീപനം എടുക്കുക. അത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ് ലെവൽ അവർ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ഈ തത്വം ഞങ്ങൾ നേരത്തെ അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. ഓക്കെ. അപ്പോൾ സംഘടനാപരമായ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കട്ടെ, സംഘടന തലത്തിൽ തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ പാർലമെൻറ്റിലാണെങ്കിൽ ഈ അമിത്ഷാ കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടി പറയണം. അതായത് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമിത്ഷാ കൃത്യമായി മറുപടി പറയണം എന്ന് തന്നെ ഒരു നിലപാടാണ് ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ ഈ മീഡിയ വണ്ണോട് അറിയിച്ചിരിക്കുന്നത്. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം ധനസ് മോദ്, മീഡിയ വൺ, ഡൽഹി.